ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ് അമ്മ നമുക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ക്യാബേജ് ലീഫ് ഉപയോഗിച്ചുള്ള ഒരു ഹെൽത്തി ക്യാബേജ് റാപ്പ് അല്ലെങ്കിൽ റോൾ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മൈൽഡ് ഫ്ലേവറിലുള്ള ഒരു റാപ്പാണ് കേട്ടോ. അധികം മസാലയുടെ ഫ്ലേവറോ ഒന്നുമില്ലാതെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ക്യാബേജ് ചിക്കൻ റാപ്പ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ ഈ ഹെൽത്തി ക്യാബേജ് റാപ്പ് കണ്ടിട്ട് മടങ്ങി വരാം. ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ക്യാബേജിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് നമുക്ക് കട്ടാക്കി കൊടുക്കാം. അതാകുമ്പോൾ ഈസി ആയിട്ട് ആ ലീഫൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ എളുപ്പമാകും. ഇതുപോലെ ഓരോ ലീഫും ഇളക്കിയെടുക്കാം. ഇനി ഓരോ ലീഫും ഞാനൊന്ന് കട്ടാക്കി രണ്ടാക്കി എടുത്ത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് റോളാക്കാം. അതിനുശേഷം സൈഡ്സൊക്കെ ഒന്ന് ഒരുപോലെ കട്ടാക്കി എടുക്കാം. ഇതുപോലെ ഒരു സൈസിൽ ഓരോ പീസും നമുക്ക് കട്ടാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാം ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യാതെ ഓരോ ലീഫും ഫുള്ളായിട്ട് തന്നെ റോൾ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതുപോലെ ആ കട്ടിയുള്ള ആ വെയിനൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ച് പീസസ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കാം. ഇനി ഈ ക്യാബേജിൻ്റെ ലീഫൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം വെട്ടി തിളച്ച് വന്നു കഴിഞ്ഞാൽ ക്യാബേജിൻ്റെ പെറ്റൽസൊക്കെ വെള്ളത്തിലേക്ക് ചേർക്കാം. ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ഇതാ കണ്ടില്ലേ, ലീഫൊക്കെ നന്നായിട്ട് വാടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ലീഫൊക്കെ ഇനി ഒന്ന് കോരി മാറ്റി പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതാകുമ്പം ആ ക്യാബേജിൻ്റെ പച്ച കളറൊന്നും ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. ഇനി ഫില്ലിങ്ങിനായിട്ട് ഒരു 2 ബ്രസ്റ്റ് പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് നമുക്ക് ചെറിയ പീസസ് ആക്കി എടുക്കാം. ഇതിനെ നമുക്ക് മിക്സറി ഒരു ജാറിൽ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. തീരെ അങ്ങ് ഫൈനാകണ്ട കേട്ടോ. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഈ അരച്ചത് നമുക്ക് മാറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് തരിതരപ്പായി കട്ട് ചെയ്താണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻസ്, അതും ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മുട്ടയുടെ വെള്ള, അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വാട്ടിയെടുത്ത ക്യാബേജിൻ്റെ ലീഫ് ഒരെണ്ണം ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കാം. അതിലേക്ക് ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. പെർഫെക്റ്റ് റോളാണ്, കണ്ടില്ലേ. ഇനി നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന ആ ഫുൾ ലീഫ് ഉണ്ടല്ലോ, അത് റോൾ ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ആ ഒരു ലീഫ് വെച്ച ശേഷം ഫില്ലിങ് ഇവിടെ വെച്ച് ഒന്നങ്ങ് റോൾ ചെയ്യുക. അതിനുശേഷം 2 സൈഡ്സും നടുവിലേക്ക് മടക്കുക. വീണ്ടും ഇതുപോലെ റോൾ ചെയ്ത് അങ്ങെടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ സെക്യൂർഡാണ്, കണ്ടില്ലേ. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങൾക്കിത് റോൾ ചെയ്തെടുക്കാം. 2 രീതി ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാ റോൾസും റെഡി ആക്കിയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നടുവിലായിട്ട് ക്യാബേജിൻ്റെ 1-2 ലീവ്സ് ഇതുപോലെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. നന്നായി ആവി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോൾസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെ ഒരു 15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സ്റ്റീം ചെയ്യണം. ചിക്കനൊക്കെ നന്നായിട്ട് ഈ സ്റ്റീമിലിരുന്ന് വെന്ത് വരണം കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാ റോൾസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു റോൾസാണിത് കേട്ടോ. അതിൻ്റെ പുറത്തായിട്ട് ഈ ഒരു സോസ് നമുക്കൊന്ന് ഒഴിച്ച് സെർവ് ചെയ്യാം.
ഇതിപ്പോൾ ഒരു ഹെൽത്തി സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കൂടുതലങ്ങ് മസാലയും എരിവും ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ടുള്ളൊരു റോളാണ്. എന്നാൽ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു റോളാണ്. അപ്പം നമ്മൾ കൂടുതലും എരിവും മസാലയൊക്കെ ദിവസവും കഴിക്കുന്നതല്ലേ, അപ്പം വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ മെയിൻ കോഴ്സ് ഇതുപോലെ ഒന്ന് സിമ്പിളായിട്ട് അധികം എരിവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു സോസും കൂടി അതിൻ്റെ പുറത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങുമായി. എന്നും കേരള സ്റ്റൈലിലുള്ള മസാലയും എരിവും പുളിയും ഒക്കെ കഴിക്കാതെ അപ്പോൾ ഒരു ദിവസം ഇതുപോലെയൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് മാറി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ ക്യാബേജ് റോളെന്നോ ക്യാബേജ് സ്പ്രിംഗ് റോളെന്നോ നമ്മുടെ മൈദയുടെ റാപ്പിങ്സോ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. ക്യാബേജ് കൊണ്ട് തന്നെയാണ് റോൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം തികച്ചും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണിത്. നമുക്ക് കാർബ്സ് ഒന്നും ഒട്ടുമില്ല ഇതിൽ. വെയിറ്റ് വാച്ചേഴ്സിനൊക്കെ ഒരു മെയിൻ കോഴ്സായിട്ട് കഴിക്കാവുന്ന റോൾസ് തന്നെയാണിത്. പ്രോട്ടീനും പിന്നെ ക്യാബേജ് ലീവ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലീഫാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വന്നൊന്ന് എഴുതുക. ഉണ്ടാക്കി നോക്കി കഴിച്ച ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ ഞങ്ങളെ അറിയിക്കണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.